ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് ഡ്രൈ സ്കിന്നായവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പാൽപ്പാടയാണ്. പാൽപ്പാട നമുക്കിതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കുക. നല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ പാൽപ്പാട കൂടെ തന്നെ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുക. അതായത് ആ ഒരു പാൽപ്പാട ഉടഞ്ഞ് കിട്ടാൻ പാകത്തിലുള്ളൊരു പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചെറുനാരങ്ങ നീരാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് എനിക്ക് നന്നായിട്ട് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഡ്രൈ സ്കിന്നായവർ ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു 15 മിനിറ്റ് നേരം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈ സ്കിന്ന് മാറിയിട്ട് നമ്മളൊരു ഓയിലി സ്കിന്നിൻ്റെ ഒരു രീതിയിലായിരിക്കും നമ്മളൊരു ഫേസ് ഉണ്ടാവുക. നല്ലൊരു നമ്മളെ ഫേസ് പറയുമല്ലോ, അതന്നെ ആ സംഭവം. അപ്പോൾ നമ്മളെ ഫേസ് എപ്പോഴും നന്നായിട്ടൊരു ഓയിലി കണ്ടൻറ്റ് ഉള്ളൊരു ഫേസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അത് നല്ലൊരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ ഇത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ശരിക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ലിപ്സിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ലിപ് ബാമാണിത്. നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മഞ്ഞുകാലത്ത് നമുക്ക് ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുറേ നേരം നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറേ നേരം ഫേസിൽ വെക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ ചെയ്യരുത്. അപ്പോൾ ഫേസ് പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് അത്രയ്ക്ക് വെക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നായവർ എല്ലാ ഫേസ് പാക്കും യൂസ് ചെയ്യരുത്. അതായത് നമ്മൾ ഇപ്പോൾ കടലമാവ്, അതുപോലെ തന്നെ മുൾട്ടാനി മിട്ടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ നമ്മളെ സ്കിന്ന് ഡ്രൈ ആക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഫേസ് പാക്കുകളൊക്കെ സെലക്ട് ചെയ്യുക. എല്ലാതും കൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. നല്ല വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് അത്ര കണ്ട് ഉറപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് നമ്മൾ ശരീരം മൊത്തം തേച്ച് കൊടുക്കണമൊക്കെ ഏറ്റവും നല്ല ഒരു ഓയിലാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫേസിലൊക്കെ ബദാം ഓയിലുണ്ടല്ലോ, ആൽമണ്ട് ഓയിൽ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നൊക്കെ നന്നായിട്ട് ഈ ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ സ്കിന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, ആ ഒരു ഫീലിങ്. പിന്നെ മാത്രമല്ല, നമുക്ക് ഈ പൊരിച്ച പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യണം ഈ ഒരു സമയത്ത്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൈ കിട്ടുന്ന ക്രീമുകളൊക്കെ ആ ഒരു സമയത്ത് അപ്പോഴത്തെ ആ ഒരു ഡ്രൈ കാണുമ്പോൾ നമ്മൾ വാരി തേക്കും. പക്ഷേ അത് നല്ലൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുത്തിട്ട് മാത്രം തേക്കുക. അപ്പോഴത്തെ ഒരു താൽക്കാലികമായിട്ട് രക്ഷപ്പെടും. പക്ഷേ അത് കൂടുതൽ സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ എല്ലാതും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ നമ്മുടെ സ്കിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. പിന്നെ മാത്രമല്ല, ഈ ഒരു സമയത്ത് നമുക്ക് ഫേസിലൊന്നും സോപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കാരണം സോപ്പൊക്കെ തേക്കുമ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്ന് കൂടുതലാവാനാണ് ചാൻസ്. അപ്പോൾ സോപ്പ് ഫ്രീ ഉള്ള ഏതെങ്കിലുമൊക്കെ ഒരു ക്ലെൻസിങ് യൂസ് ആക്കിയാൽ മതി. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസ് ക്രീം അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ
കൂടുതലൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഉൾപ്പെടുത്താം. ഓക്കെ ബൈ.